explain the ethics of nature in India before British conquest. ബ്രിട്ടീഷ് അധിനിവേശനത്തിന് മുൻപായിട്ട് ഇന്ത്യയിലെ പ്രകൃതി സമ്പത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇന്ത്യയുടെ വനങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രകൃതം എങ്ങനെയായിരുന്നു എന്നതാണ് BHI 143 ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് എന്ന ഇഗ്നുവിന്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 6ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉത്തരം എങ്ങനെയാണ്? ദി ഐഡിയ ഓഫ് പ്രൊട്ടക്ഷൻ, റീസ്റ്റോറേഷൻ ഓർ കൺസർവേഷൻ ഓഫ് നേച്ചർ, വനങ്ങളെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, മാനവരാശിയെ നിലനിർത്താൻ ഇത് പ്രയോജനകരമാണ്. ഇങ്ങനെയുള്ളൊരു സങ്കല്പം ഇറ്റ് ഹാസ് ബീൻ എക്സ്പ്രസ്ഡ് ത്രൂ ഏജസ് ഇൻ മെനി ഡിഫറെന്റ് വേസ് ഇൻ ഡിസ്റ്റിങ്ക്റ്റ് എൻവയോൺമെന്റ്സ് ആൻഡ് ഇക്കോളജീസ്. ഇത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പല കാലഘട്ടങ്ങളിലായിട്ട് പല പരിസ്ഥിതി ഇക്കോളജി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പറയപ്പെടുന്ന ഒരു ആശയമാണ്. ഇന്ത്യ ഈസ് എ മൊസൈക്ക് ഓഫ് മെനി ഡിഫറെന്റ് ഇക്കോളജീസ്, പല വ്യത്യസ്ത ഇക്കോളജികളുടെ ഒരു സമ്മിശ്ര പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗിവ് ഡീറ്റെയിൽ ഓഫ് മിറൈഡ് practices and religious sensibilities that go into making it understanding of nature and nature's conservation. അതായത് ഈ മൊസൈക്ക് പോലുള്ള, അതായത് വിവിധ വൈവിധ്യങ്ങളുള്ള നാടായ ഇന്ത്യയുടെ പരിസ്ഥിതിയും വൈവിധ്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ പ്രദേശത്തെയും സമ്പ്രദായങ്ങളും നാട്ടുനടപ്പുകളും രീതികളും മതാചാരങ്ങളും അവിടുത്തെ ഓരോ സൂക്ഷ്മാംശങ്ങളും പ്രകൃതിയോട് എങ്ങനെ ഉൾച്ചേർക്കണം, ഇണക്കിച്ചേർക്കണം എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ദ ട്രഡീഷൻ ഓഫ് സേക്രഡ് ഗ്രോവ്സ് ഈസ് ഫൗണ്ട് അക്രോസ് ഇന്ത്യൻ ലാൻഡ്സ്കേപ്സ്. അതുകൊണ്ട് വിശുദ്ധ മരങ്ങളുടെ അല്ലെങ്കിൽ വൃക്ഷത്തോപ്പുകളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയോടൊപ്പം തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ഒരിക്കലും ബ്രാൻഡിസ് എന്ന് പറയുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് ഇൻസ്പെക്ടർ ആയിരുന്നു ആദ്യത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ. ഹി ഫൗണ്ട് എ ലാർജ് നമ്പർ ഓഫ് സേക്രഡ് ഗ്രോവ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒത്തിരി കാവുകൾ എന്ന് പറയുന്ന വിശുദ്ധ മരങ്ങളുടെ തോട്ടങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ഒന്നും രണ്ടോ അതല്ല, ഒത്തിരി. ആൻഡ് ലമെന്റഡ് ദെയർ ഡിസപ്പിയറൻസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. പക്ഷെ അദ്ദേഹം പറയുന്നത്, തന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിലുള്ള കാവുകളും വലിയ വിശുദ്ധ മരങ്ങളുടെ പുണ്യാശ്രമങ്ങളും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. ബ്രിട്ടീഷ് കാലഘട്ടത്തിന് ശേഷം അത് അപ്രത്യക്ഷമായതായിട്ട് അദ്ദേഹം വളരെ സങ്കടത്തോടെ വിലപിക്കുന്നുണ്ട്. ദീസ് വേർ അൺഡിസ്റ്റർബ്ഡ് ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ്. കാരണം അവിടെ എങ്ങും ചെന്ന് ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ആയിരുന്നു. അത്രയും ഉൾക്കാടുകളിലേക്ക് ഒരു മനുഷ്യനും കടന്നു ചെല്ലുക പോലും ഇല്ലായിരുന്നു. അങ്ങനെ തടസ്സങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, പുറമെ നിന്നുള്ള ബാഹ്യ ഇടപെടലുകളില്ലാതെ സ്വച്ഛശീതളമായ വനശാന്തതയിൽ കഴിയുന്ന ഇടങ്ങളായിരുന്നു അവ. ബിറ്റ്വീൻ 10 to 30% of land was left inviolate. അതായത് മനുഷ്യർ അതിലംഘിക്കാത്ത പ്രദേശം എന്ന് പറഞ്ഞിട്ട് 10% 30% ഭൂമി എപ്പോഴും വെറുതെ പ്രകൃതിക്ക് സ്വയം വിട്ടുകൊടുത്തിരുന്നു. Such a system of refugia was supported by promotion of keystone resource species. അതായത് എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം നിലനിർത്തിയത് എന്ന് ചോദിച്ചാൽ, വളരെ കീസ്റ്റോൺ ആയിട്ടുള്ള റിസോഴ്സ് സ്പീഷീസുകൾ, അതായത് ഫിക്കസ് ഗ്ലോമറേറ്റ ഒരു മരമാണ്, അത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ളതൊക്കെ പൂർണ്ണമായിട്ടും പ്രകൃതിയുടെ ഭാഗമായി വിട്ടുകൊടുത്തിരുന്നു. ഇവിടെയൊന്നും മനുഷ്യർ ചെന്ന് ഇടപെടില്ലായിരുന്നു. മാധവ് ഗാഡ്ഗിൽ, റിനൗണ്ട് ഇക്കോളജിസ്റ്റ്, ആൻഡ് രാമചന്ദ്ര ഗുഹ, എ വെൽ നോൺ ഹിസ്റ്റോറിയൻ. മാധവ് ഗാഡ്ഗിൽ ഒരു പ്രശസ്ത പരിസ്ഥിതിവാദിയും പരിസ്ഥിതി പ്രവർത്തകനുമാണ്. ഒപ്പം തന്നെ പ്രശസ്ത ചരിത്രകാരനാണ് രാമചന്ദ്ര ഗുഹ. ഇവർ രണ്ടുപേരും കൂടി കോ ഓതർ ചെയ്തിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദിസ് ഫിഷേർഡ് ലാൻഡ് ആൻഡ് ഇക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഈ വിണ്ട് കീറപ്പെട്ട ഭൂമി അഥവാ ഇന്ത്യയുടെ പരിസ്ഥിതി ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമാണത്. അതിവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഓതേഴ്സ് ആൻഡ് ഹാവ് ബോത്ത് മെയ്ഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻസ് ടു എൻവയോൺമെന്റ് സ്റ്റഡീസ് ആൻഡ് ആക്ടിവിസം ഇൻ ഇന്ത്യ. ഈ രാമചന്ദ്ര ഗുഹയാണെങ്കിലും അദ്ദേഹം ചരിത്ര പണ്ഡിതനാണ്, അദ്ദേഹമാണെങ്കിലും ഒരുപക്ഷെ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തനമാണ്. ഇവർ രണ്ടുപേരാണെങ്കിലും ഇവര് ഇന്ത്യയിലെ പരിസ്ഥിതി പഠനങ്ങളും ആക്ടിവിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തികൾ തന്നെയാണ്. അവരുടെ പുസ്തകത്തിന്റെ 2ാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. ആ 2ാം ഭാഗത്തിൽ ഇൻ പാർട്ട് 2 ഓഫ് മൈ ഫിഷേർഡ് ലാൻഡ് 1993 ബുക്ക് ഇറങ്ങിയത്. മാധവ് ഗാഡ്ഗിൽ ആൻഡ് രാമചന്ദ്ര ഗുഹ പ്രൊവൈഡ് ആൻ ഇക്കോളജിക്കൽ അക്കൗണ്ട് ഓഫ് ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ.
പുരാതന ഇന്ത്യയിലും മധ്യകാല ഇന്ത്യയിലുമുള്ള മരങ്ങളുടെ ഒരു ഇക്കോളജിക്കൽ അക്കൗണ്ട് നൽകുന്നുണ്ട്, പരിസ്ഥിതിപരമായ വിവരണം നൽകുന്നുണ്ട്. ആൻഡ് ഇമ്പാക്ട് ഓഫ് കൾച്ചറൽ ബിലീഫ്സ് ഓൺ ഇക്കോളജിക്കൽ ഇഷ്യൂസ്, പരിസ്ഥിതി വിഷയങ്ങളിൽ സാംസ്കാരികപരമായ വിശ്വാസങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതും പറയുന്നുണ്ട്. ഇന്റർപ്ലേ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പാറ്റേൺ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, മതം അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ ഒരു പാറ്റേൺ, ഇതൊക്കെ തമ്മിൽ ഒരു പരസ്പര ഇടപെടലും സഹവർത്തിത്വവും പരസ്പര പ്രവർത്തനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പൊ മതം പ്രകൃതി പരിചരണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ടോ? ജാതി സമ്പ്രദായം പ്രകൃതിയെ ട്രീറ്റ് ചെയ്യുന്നതിൽ അതിന്റെ റോള് പ്ലേ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുവാണ്. അപ്പൊ ഇത് വളരെ രസകരമായ ഉദാഹരണങ്ങൾ സഹിതമാണ്. അതായത് വരുണൻ നമുക്കറിയാം സമുദ്രദേവനാണ്. അഗ്നി ഇന്ത്യൻ വിശ്വാസം അനുസരിച്ച് ഒരു ദേവനാണ് അഗ്നി, ഫയർ. എന്താ പ്രീ മോഡേൺ പാറ്റേൺ ഓഫ് റിസോഴ്സ് യൂസിന് ഇവരെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മതവിശ്വാസങ്ങൾ ചർച്ച ചെയ്തു പോന്നിരുന്നത് എന്നാണ് പറയാം. ദേ ഓൾസോ ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഓവർ ദ മിലേനിയ, സഹസ്രാബ്ദങ്ങളിലൂടെ ഇന്ത്യൻ സൊസൈറ്റി ഡെവലപ്ഡ് ഇൻകോർപ്പറേറ്റീവ് അപ്രോച്ച്, വളരെ പരസ്പരം പൊരുത്തപ്പെടുന്ന രീതിയിൽ ഒരു സമീപനമാണ്, എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. വിച്ച് എനേബിൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റിസോഴ്സ് യൂസ്, പലതരത്തിലുള്ള വിഭവ വിനിയോഗത്തെ സഹായിക്കുന്ന രീതിയിലാണ് ആ ക്രമീകരണം ഉണ്ടാക്കിയത്. ആൻഡ് സജസ്റ്റ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റഡ് സെഗ്മെന്റഡ് ബട്ട് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്. ഒപ്പം തന്നെ അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഈ ജാതി സമ്പ്രദായം ഒരു സെഗ്മെന്റഡ് ആയ അപ്രോച്ച്, അതുപോലെ തന്നെ എന്നാൽ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സമീപനം തന്നെ അവിടെ സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു എന്ന്. അതായത് ജാതി സമ്പ്രദായവും ഈ വനവിഭവങ്ങളും നാശം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞു വരികയാണ്. ദേ സീ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം ആസ് എ ഫോം ഓഫ് ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ. അവർ നോക്കി കാണുന്നത് ഇന്ത്യൻ ജാതി സമ്പ്രദായം ഇന്ത്യൻ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഒരു സംവിധാനം തന്നെ ആയിട്ടാണ് അവർ അതിനെ കാണുന്നത്. അവിടെ റിസോഴ്സ് കൺസർവേഷൻ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആസ് കാസ്റ്റ് ഡ്യൂട്ടീസ്. ഈ പ്രകൃതി വിഭവങ്ങളെ നശിക്കാതെ സംരക്ഷിക്കുക എന്നത്, റിസോഴ്സസിനെ കൺസർവ് ചെയ്യുക എന്നത് ജാതി എന്നതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നമുക്കറിയാം. ജാതി എന്ന സ്ഥാപനത്തിന്റെ ധർമ്മമാണ്, കടമയാണ് എന്ന രീതിയിലാണ് രാമചന്ദ്ര ഗുഹയും മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള പരിസ്ഥിതിവാദിയും ഒക്കെ പറയുന്ന ആശയം ഇതാണ്. അവരുടെ പുസ്തകത്തിൽ ഇതാണ് പറഞ്ഞു വരുന്നത്. അവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ 1993 പബ്ലിഷ് ചെയ്ത സെക്കൻഡ് പാർട്ട് ബുക്കാണ് ദിസ് ഫിഷ് ഹെഡ് ലാൻഡ് എന്ന. അതിൽ 150-ാം പേജിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ ദിസ് പ്രോസസ് ഓഫ് റിസോഴ്സ് കൺസർവേഷൻ. ഇപ്പൊ ഇന്ത്യയിലെ ഈ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക എന്നത് ഒരു പ്രക്രിയയാണ്. അതിനുവേണ്ടി ഏർപ്പാടാക്കിയ സ്ഥാപനപരമായ ഒരു ആശയമാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആണ് എന്തോന്ന്, ജാതി, കാസ്റ്റ്. ഓഫ് കോഴ്സ് വാസ് ദ കാസ്റ്റ് സിസ്റ്റം. തീർച്ചയായും കാസ്റ്റ് സിസ്റ്റം അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. ആൻഡ് ബൈ ആക്സെപ്റ്റിംഗ് എ ഡിസ്റ്റിങ്റ്റീവ് ഇഫ് സബോർഡിനേറ്റ് പൊസിഷൻ വിത്തിൻ കാസ്റ്റ് ഹൈറാർക്കി. ജാതി സമ്പ്രദായത്തിലെ മേൽത്തട്ട് കീഴ്ത്തട്ടിലെ ഒരു വേർതിരിഞ്ഞ ഒരു പൊസിഷനാണ് ഹണ്ടർ ഗാദർ സൊസൈറ്റിക്ക്, ഹണ്ടേഴ്സ് ആൻഡ് ഗാദറേഴ്സ്. ഈ അവർ ശരിക്കും പറഞ്ഞാൽ ഈ ചാതുർവർണ്ണയത്തിൽ പെടുന്നില്ല. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെയുള്ള 4 ആദ്യത്തെ ജാതികളിൽ പെടുന്നില്ല. അതിൻ്റെയും താഴെയുള്ള ആദിവാസി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഈ ഹണ്ടർ ഗാദർ ഗ്രൂപ്പ് പെടുന്നത്. അതായത് ദളിതർ, അങ്ങനെയാണ്. അപ്പൊ അവർ ഏറ്റവും താഴെയാണ്. ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും വൈശ്യരുടെയും ശൂദ്രരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കൃഷിപ്പണിക്കാരുണ്ടായിരുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ കർഷകരുടെയും താഴെ തട്ടിലാണ് ഈ ആദിവാസികൾ എന്ന് പറയുന്ന ഈ ഹണ്ടർ ഗാദറർ സമൂഹം ഉള്ളത്. അപ്പോ അവര് ഇത് അവരുടെ താഴെ ആക്കിയത് നന്നായി എന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിനൊരു ഉദ്ദേശമുണ്ട്. ഈ കർഷകരുടെ കൃഷിഭൂമി പ്രദേശത്തേക്ക് നായാട്ടും വേട്ടയാടലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള വനപ്രദേശത്തേക്ക് അവർ വരില്ല. അവർക്ക് വേണ്ടി വേറെ ഒരു വനം കൊടുത്തിട്ടുണ്ട്. അവർ അതിനുള്ളിൽ നിന്നോണം ഈ ആദിവാസികളായിട്ടുള്ള ആൾക്കാര്. അപ്പൊ ഈ ഹണ്ടർ ഗാദറർ ഗ്രൂപ്പുകൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. എക്സ്റ്റൻഷൻ എന്തിന്റെ എക്സ്റ്റൻഷൻ ആണ്? നാമാവശേഷമാക്കി തീരുന്നതിനെ തടയാനാണ് ഇങ്ങനെ ഇവരെ താഴെ തട്ടിൽ നിർത്തിയിരിക്കുന്നത്. കാരണം ഇവരും ഒരു കർഷകർ പറഞ്ഞ അനുസരിച്ച് പോകേണ്ട ആൾക്കാരാണ്. കാരണം അവരുടെയും മുകളിലാണ് കർഷകർ. ഇവർ 5-ാം തട്ടിലാണ് വരിക. 4 തട്ടിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര 4 പേര് വരും. ഇവരുടെയും താഴെ ദളിതരെന്ന് പറയുന്ന ആദിവാസീസ് എന്ന് പറയുന്ന 5-ാം തട്ടിലാണ് വരിക. അവർക്ക് സമൂഹത്തിൽ ഇന്ത്യൻ സോഷ്യൽ ഹൈറാർക്കിയിൽ 4 തട്ടിന്റെ കാര്യം പറയാറുള്ളൂ. ഇവരെ കുറിച്ച് പറയാറേ ഇല്ല. ബൈ കണ്ടിന്യൂയിങ് ദർ ട്രഡീഷണൽ മോഡ് ഓഫ് റിസോഴ്സ് യൂസ്. അങ്ങനെ ഈ ആദിവാസികൾ എന്ന് പറയുന്ന ഗോത്ര വിഭാഗങ്ങളൊക്കെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വിഭവ വിനിയോഗം അത് തുടരാനായിട്ട്
അവർക്ക് അനുവാദമുണ്ട്. എവിടെ മാത്രം? ത്രൂ ഓൺലി അറ്റ് ദ കോസ്റ്റ് ഓഫ് ലാർജർ സബോർഡിനേഷൻ ടു വിക്ടോറിയസ് പെസന്റ് മോഡ്. കർഷകന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവരെക്കാളും മേളിൽ വിജയികളായി നിൽക്കുന്നവർ. ആ ജാതി സമ്പ്രദായത്തിൽ അവരുടെ അനുവാദത്തോട് കൂടിയിട്ടും അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഏതെങ്കിലും കാട്ടിൽ മാത്രമേ ഈ ആദിവാസികൾക്ക് വേട്ടയാടാൻ പറ്റുള്ളൂ. ദി ഓതേഴ്സ് ആർഗ്യൂ ദാറ്റ്, ഈ മാധവ് ഗാഡ്ഗിലും അതുപോലെ തന്നെ രാമചന്ദ്ര ഗുഹയും അവരാണുള്ള പുസ്തകം എഴുതിയേക്കുന്ന ആൾക്കാര്, ദിസ് ഫിഷേർഡ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം, അതിന്റെ സെക്കൻഡ് എഡിഷനിലെ കാര്യമാണ് പറയുന്നത്. ഈ ലേഖകന്മാർ വാദിക്കുന്ന ഇതാണ്, അതായത് ദ ട്രഡീഷണൽ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം, പരമ്പരാഗതമായ ഇന്ത്യൻ ജാതി സമ്പ്രദായം വിത്ത് ഇറ്റ്സ് ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ, അതിന്റെ തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യവൽക്കരണം, അതായത് വേട്ടയാടൽ അങ്ങനെയുള്ള പണികൾ ചെയ്യുന്നത് ഹണ്ടർ ഗാദർ ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് ആൻഡ് സോഷ്യൽ സെഗ്രിഗേഷൻ, സമൂഹത്തിലെ വേർതിരിവ് വേറെയും ഉണ്ടല്ലോ, അതായത് കർഷകരുടെയും താഴെത്തട്ടിലാണ് ഇവർ. അപ്പോൾ ഇതൊക്കെ നന്നായി ഹെൽപ്ഡ് കൺസർവ് ഇന്ത്യാസ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇന്ത്യയുടെ പരിസ്ഥിതിപരമായ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിൽ ഇതൊക്കെ ഗുണകരമായി എന്നാണ് പറയുക. അക്കോർഡിംഗ് ടു ഗാഡ്ഗിൽ ആൻഡ് ഗുഹ, രാമചന്ദ്ര ഗുഹയുടെയും മാധവ് ഗാഡ്ഗിന്റെയും അഭിപ്രായം അനുസരിച്ച് ദി കാസ്റ്റ് സിസ്റ്റംസ് ഡിവിഷൻ ഓഫ് ലേബർ, ജാതി സമ്പ്രദായത്തിന്റെ തൊഴിൽപരമായ വിഭജനം ആൻഡ് റെസ്ട്രിക്ഷൻസ്, അതുപോലെ ചില നിയന്ത്രണങ്ങൾ ഓരോ ജാതിക്കും മേൽ ഏർപ്പെടുത്തിയത്, എന്ത് ആരൊക്കെ എന്തൊക്കെ കാടുകൾ ഉപയോഗിക്കണം, ആരൊക്കെ ഏതൊക്കെ ഭൂമി ഉപയോഗിക്കണം എന്നതിന് മേലെ ഏർപ്പെടുത്തിയ നിയന്ത്രണം, അതാണ് റിസോഴ്സ് യൂസിന്റെ മേലെ ഏർപ്പെടുത്തിയ റെസ്ട്രിക്ഷൻ. ഹെൽപ്പ് മെയിൻറ്റെയിൻ ഇക്കോളജിക്കൽ ബാലൻസ്, അത് പരിസ്ഥിതിപരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത് സഹായകരമായി ഈ നിയമങ്ങൾ. ആൻഡ് പ്രിവെന്റ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, ഈ വിഭവങ്ങളുടെ അമിത ചൂഷണത്തെ തടയാൻ അത് ഉപകാരപ്രദമായി. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ലേഖകന്മാർ സജസ്റ്റ് ചെയ്യുന്ന ഇതാണ്, ഹണ്ടർ ഗാദർ ഗ്രൂപ്പ്സ്, അതായത് ആദിവാസീസ് ആൻഡ് പാസ്റ്റോറലിസ്റ്റ്, അവര് ചിലപ്പോൾ കന്നുകാലികളെ മേയ്ക്കുന്ന ഇടയന്മാരുമാണ്, ഹു ഓഫൺ കൺസിഡേർഡ് ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ കാസ്റ്റ് ഹൈറാർക്കി, പരമ്പരാഗതമായ കാസ്റ്റ് ഹൈറാർക്കിയിലെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെയുള്ള ചാതുർവർണ്ണത്തിന്റെയും വെളിയിലാണ് ഇവര് ആദിവാസികൾ എന്ന് പറയുന്നത്. അതായത് അവര് ദളിതരെന്നൊക്കെ പറയും. അതുകൊണ്ട് ദേ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൻറ്റെയിൻ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, പരിസ്ഥിതി വൈവിധ്യം നിലനിർത്തുന്നതിൽ അവർ മുഖ്യമായ പങ്ക് വഹിച്ചു. ദി കാസ്റ്റ് സിസ്റ്റംസ് റെസ്ട്രിക്ഷൻ ഓൺ റിസോഴ്സ് യൂസ്, വിഭവ വിനിയോഗത്തിലെ ജാതി സമ്പ്രദായം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആൻഡ് ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ, തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യവൽക്കരണം ഒക്കെ ഹെൽപ്പ് ചെയ്തു. ഹെൽപ്പ് പ്രിവെന്റ് ഓവർ ഹണ്ടിങ്, അമിത നായാട്ട്, ഓവർ ഫിഷിംഗ്, അമിത മീൻപിടുത്തം, ഓവർ ഗ്രേസിംഗ്, അമിതമായിട്ടുള്ള കന്നുകാലി മേച്ചിൽ, ഇതൊക്കെ എന്ത് ചെയ്ത് തടയാനായിട്ട് ഈ നിയന്ത്രണങ്ങൾ, അവരുടെ മേൽ സമൂഹം ഏർപ്പെടുത്തിയിരുന്ന ജാതി റെസ്ട്രിക്ഷൻസ് സഹായിച്ചു എന്നാണ് പറയുക. ദീസ് ടു കോംപ്ലിമെന്ററി സ്ട്രാറ്റജീസ്, അതങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകരമായ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപായങ്ങളായിരുന്നു, സ്ട്രാറ്റജികളായിരുന്നു. ഓഫ് ലീവിങ് സം ഇക്കോളജിക്കൽ നിഷെ, കുറച്ച് പരിസ്ഥിതിപരമായിട്ടുള്ള ഒഴിവാക്കപ്പെട്ട കൊച്ചു പ്രദേശങ്ങളെയാണ് അറകളായിട്ട് ഒഴിവാക്കപ്പെട്ട നിഷകളാണ്. ഏതൊക്കെയാണ്? ഹിൽസ്, മലേറിയൽ ഫോറസ്റ്റ്, മലമ്പനിയൊക്കെ ഉണ്ടാകുന്ന, കാരണം നമുക്കറിയാം കൊതുകിന്റെ ഒക്കെ ബ്രീഡിംഗ് പ്ലേസസ് ആയിട്ടുള്ള കുറേ വനങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയാൽ തീർച്ചയായിട്ടും മലമ്പനിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് പെസന്റ് മോഡ്, ഇവിടെയൊക്കെ കർഷകർക്ക് ചെന്നെത്താൻ കഴിയാത്ത ഒരു ഏരിയകളാണ്. അതൊക്കെ ഈ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ഹണ്ടർ ഗാദർ ഗ്രൂപ്പിന് വേട്ടയാടാൻ അവരുടെ ഉപജീവന മാർഗത്തിന് വിട്ടുകൊടുത്തേക്ക്. ആൻഡ് റിസർവിങ് സർട്ടൻ നിഷസ് വിത്തിൻ ഇറ്റ് ഫോർ ഹണ്ടർ ഗാദേഴ്സ്, അതിലൊക്കെ ചില പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഹണ്ടർ ഗാദേഴ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് പാസ്റ്റോറൽസ്, ഇടയന്മാർക്കൊക്കെ ആയിട്ട്. ഇറ്റ് ഹെൽപ്ഡ് ട്രാക്ക് എ ഡിസ്റ്റിങ്ക്റ്റീവ് പാത്ത് ഓഫ് ഇന്റർ മോഡൽ കോഓപ്പറേഷൻ ആൻഡ് കോഎക്സിസ്റ്റൻസ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓരോ ജാതികൾ പരസ്പരം കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ടും കോഎക്സിസ്റ്റ് ചെയ്തുകൊണ്ടും ഒക്കെയാണ് കാര്യങ്ങൾ നന്നായി നടത്തിക്കൊണ്ട് പോയത് എന്ന ആശയമാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.